ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റിത നക്ഷത്ര. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും പൂരിയും വേണം കേട്ടോ. അപ്പോൾ ഋതുക്കുട്ടനും പൂരിയും അല്ലിത്തുമ്പിക്കുട്ടിക്ക് ചപ്പാത്തിയും. അപ്പോൾ ജസ്റ്റ് ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചോറ്, പയറുപ്പേരി, കുമ്പളങ്ങ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി നല്ല തൊണ്ടവേദനയാണ് കേട്ടോ, നല്ല പനിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ, പിള്ളേർക്ക് വേണ്ടേ പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നല്ല തൊണ്ടവേദനയാണ് കേട്ടോ. അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ചു കേട്ടോ. മാവ് 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും കൂടി വേവിക്കാൻ വെച്ചു. അതിന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചു കേട്ടോ. അത് 4-5 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നന്നായി ഉടയ്ക്കും കേട്ടോ. നന്നായി ഉടച്ച ശേഷം പിന്നെ അത് എണ്ണ ഒഴിക്കുക, കടുകിടുക, കറുവേപ്പിലയിടുക, വറമുളക് ഇടുക കേട്ടോ. അതിന് കൈക്ക് താളിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പിള്ളേരുടെ ഇടയിൽ വെച്ചിട്ട് ഒന്നും നടക്കണില്ല, എങ്ങനെയൊക്കെ പെട്ടെന്ന് രീതിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അത്ര ടേസ്റ്റ് ഒന്നും വരുമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ പിള്ളേരുടെ രീതിയിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ പിന്നെ ചപ്പാത്തിക്ക് ഇതാ മാവ് കുഴയ്ക്കണു. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് അവൾക്കൊക്കെ പൂരിയും ചപ്പാത്തിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. എനിക്ക് നിർബന്ധം രാത്രി ചോറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതാ മാവൊക്കെ എടുത്ത് ഉരുണ്ടയാക്കിയിട്ടൊക്കെ ഞങ്ങളിത് പരത്തുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റൈലിൽ ഞങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. വല്ല പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അറിയാവുന്ന രീതിയിലാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നൊക്കെ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. കുട്ടികൾക്ക് ഓരോ ഐറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ യൂട്യൂബും എല്ലാം നോക്കി പഠിക്കുക തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അറിയാത്തൊക്കെ അമ്മേനെ വിളിച്ച് ചോദിക്കും, എന്തമ്മ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്തൊക്കെ ചോദിക്കും. ഇത് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി ഒരു പാത്രത്തിൽ പൂരി ഇട്ടോ. അപ്പോൾ പിള്ളേർക്ക് പൂരിയും ഋതുക്കുട്ടന് പൂരിയും ചപ്പാത്തിയും വേണം വെറൈറ്റി എന്ന് വേണം പറയുന്നത്. അപ്പോൾ ഒരു കല്ലിൽ ചപ്പാത്തി ഉണ്ടാക്കി, ഒരു കല്ലിൽ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഞ്ജുന് നിന്ന് കാല് കടയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവളും കൂടി അയ്യോ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അടുക്കളയൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ നല്ല പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ടു. ഋതുക്കുട്ടനാണെങ്കിലോ എന്നെ വെറുപ്പിക്കാൻ വരികയായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഋതുക്കുട്ടൻ പണിത്തിരക്കിനിടയിൽ വന്ന് നമ്മളെ ശല്യപ്പെടുത്തി നമ്മൾ കുട്ടികളോട് നന്നായി ദേഷ്യപ്പെട്ടു പോകും. പിന്നെ മക്കളെ നമുക്ക് ഓർക്കുമ്പോൾ നല്ല സങ്കടം വരും. വേണ്ടായിരുന്നു, ചീത്ത പറയണ്ടായിരുന്നു ഒക്കെ നമുക്ക് സങ്കടം വരും കേട്ടോ. പണി ഒരുങ്ങാണ്ടായെന്ന് എനിക്ക് നന്നായി ദേഷ്യം വരും. പിന്നെ ഞങ്ങളിതാ രാത്രി എല്ലാവരും കൂടി ഒത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മക്കളെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ വോയിസ് പറയുന്നത്, ഞങ്ങളുടെ വോയിസ് നല്ലതാണ്, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അടുത്ത വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. ടാറ്റാ, ബൈ, സീ യു.